നിഹ കറക്റ്റ് ടൈമിലാ വന്നത് മോളെ. റിസീവ് ചെയ്യാൻ വേണ്ടി നീയും അങ്ങോട്ട് ചെല്ല്. നമസ്കാരം സർ. നമസ്കാരം. നൈസ് ടു മീറ്റ് യു സർ. ഗ്ലാഡ് ടു സീ യു. വിനയവിധേയ രാമനെ പോലെ വിനയവിധേയ നിഹാരികയാണെന്ന് തോന്നിയെന്ന് വെച്ചോ, പിന്നെ ഫുൾ മാർക്ക് നിനക്കാ. നീ റിസീവ് ചെയ്യുന്നത് അത്രയ്ക്ക് ആദ്യത്തെ മര്യാദയോടെ ആയിരിക്കണം. എന്റെ പെർഫോമൻസ് വെച്ച് ഞാൻ ഇങ്ങനെ ആളെ വീഴ്ത്തുമെന്ന് നിങ്ങൾ കണ്ടോ? വരൂ സർ. നടക്ക്. മൈ ഗോഡ്, നിന്നെ കെട്ടാൻ പോകുന്ന ആരാണെന്ന് അറിഞ്ഞാ നിന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ആണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്ന രാക്ഷസിയാണെന്ന് പറഞ്ഞ് ആ ചെറുക്കനെ ഈ കല്യാണത്തിൽ നിന്നും പിന്തിരിപ്പിക്കും. ശ്രീകറിന്റെ ബോസ് ഇയാളാണോ? നാശം പിടിക്കാനായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ അടി കിട്ടിയ പോലെ ആയല്ലോ. എന്തു പറ്റി മോളെ? ബേബി, വാട്ട് ഹാപ്പൻഡ്? മോളെ, നിഹാരിക, അവൾക്ക് എന്താ പറ്റിയത്? എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ചോദിക്കാം. വായേ. വാ. വരൂ സർ, വരൂ. നമ്മുടെ മുഖത്തെ ടെൻഷൻ അവര് കാണണ്ട. ആദ്യം ശ്രീകറിന്റെ ബോസിനോടൊന്ന് സംസാരിച്ചിട്ട് പോവാം. ശരി. പ്ലീസ് സർ. എന്റെ ബോസ് സൂര്യപ്രകാശ് സർ. നമസ്കാരം സർ. നമസ്കാരം. അവളുടെ അച്ഛനും അമ്മയോ സർ. ഇരുന്നാട്ടെ സർ. ഇരിക്കൂ സർ. നിന്റെ വീട്ടിലേക്ക് വിളിക്കാതെ നിന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് വിളിച്ചെന്താ? ഒരു 10 ദിവസം ഞാൻ ഇവിടെ നിൽക്കുന്നേ. ഓ, പിന്നെ ഇവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചടങ്ങുകളും ബാക്കിയുണ്ട്. അതുകൊണ്ടാ 10 ദിവസം. അതുകൊണ്ടാണോ? അയാൾ എന്നെ കണ്ടു കഴിഞ്ഞ ശ്രീകരനോട് എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയും. അതോടെ അയാളെ നിർത്തുവോ? വേദവതി അമ്മയുടെ വീട്ടിൽ പോയി എല്ലാം പറയും. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോവും. ശ്രീകരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അവനൊരു കലിയുഗ ശ്രീരാമനാ. അത്രയ്ക്ക് നല്ലവനാ. നിങ്ങളുടെ മോൾക്ക് ഭർത്താവായും നിങ്ങൾക്ക് മരുമോനായും കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് വേണം പറയാൻ. സത്യമാണ് സർ. ആചാരാനുഷ്ഠാനങ്ങള് നന്നായിട്ട് അറിയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ഒരുപാട് കാലം വെയിറ്റ് ചെയ്തതാ. ഫൈനലി നിങ്ങളുടെ മകള് കാരണം അതങ്ങ് സഫലമായല്ലേ? അതെ സർ. ശ്രീകർ, വെർ ഇസ് യുവർ ഫിയാൻസി? അവൾ ഇതുവരെ റൂമിൽ നിന്ന് ഇറങ്ങിയില്ലേ അമ്മേ? വന്നില്ല മോനെ. ഇത്ര നേരം ഒരുങ്ങാനൊക്കെ എടുക്കുവോ? വരാൻ പറയൂ. ശ്രീകരനെ സ്വന്തമാക്കുന്ന ആ ഭാഗ്യതാരത്തെ, ആ സൽഗുണ സമ്പന്നയെ എനിക്ക് ഉടനെ കണ്ടേ പറ്റൂ. ഒന്ന് വിളിച്ചോണ്ട് വരൂ. നമുക്ക് പോയി വിളിക്കാം. വാ. ഒരു നിമിഷം, ഞങ്ങളിപ്പോ വരാം. നല്ലൊരു കുടുംബത്തിലെ മരുമാനാകാൻ പോവാ. പിന്നെ മറ്റു വിശേഷങ്ങൾ? ഓൾ ഗുഡ് സർ. 1 സെക്കൻഡ്. ഹലോ. സാറിപ്പോ പറഞ്ഞ ഗുണവും സൗന്ദര്യവും ഐശ്വര്യവും വിനയവും അതൊന്നും ഉള്ളത് നിഹാരികയ്ക്കല്ല സർ. എല്ലാം എന്റെ ആവനിക്കാണ്. ഈ സമയത്ത് ശ്രീകരേട്ടന്റെ ബോസ് ആ വീട്ടിലെത്തിയിട്ടുണ്ടാവൂല്ലേ? ശ്രീകരേട്ടൻ ഇപ്പൊ നിഹാരികയെ ഭാര്യയായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവൂല്ലേ?
ഞാൻ എന്തൊരു ഭാഗ്യമില്ലാത്തവളാണ്. നിഹാരികയെ പറ്റി ചോദിച്ചപ്പോ അവളുടെ അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം പോലെ. നിഹാരിക, 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 എക്സ്ക്യൂസ് മീ സർ, 1 സെക്കൻഡ്. ഞാനിപ്പോൾ വരാം സർ. നിഹാരിക, 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 എന്തു പറ്റി മോളെ നിനക്ക്? ബോസിന്റെ മുമ്പിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയതാ. വാതിലിന്റെ അവിടെ വരെ ചെന്ന് ഏതോ പ്രേതത്തെ കണ്ട പോലെ ഓടി വന്ന് കിടന്നതെന്താ? റൂമിൽ വന്നെന്താ പുതച്ചു കിടക്കുന്നത്? സംതിങ് ഈസ് റോങ്. വാട്ട് ഹാപ്പൻ ബേബി? ശ്രീകറിന്റെ ബോസിന് നിന്നെ ഒന്ന് കാണണമെന്ന്. ഇങ്ങോട്ട് വന്നേ. ഞാൻ വരില്ല. അതെന്താ നീ എന്തിനാ പേടിക്കുന്നത്? ബോസ് ഇയാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ വന്ന ആളെ എനിക്ക് നേരത്തെ അറിയാം. എങ്ങനെ? ഒരു ബാഡ് സിറ്റുവേഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഒന്നും മനസ്സിലാകുന്ന പോലെ പറ മോളെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ, എനിക്ക് അവനൊരു ടൈം പാസ് ആയിരുന്നു. അവൻ ഇങ്ങോട്ടാ സീരിയസ് ആയിട്ട് ലവ് ചെയ്തേ. എല്ലാം ചെയ്തു വെച്ചത് അവനാ. നിങ്ങളുടെ മകനെ ഞാൻ വഞ്ചിച്ചെന്നും പറഞ്ഞ് എന്റെ മേൽ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോ. ഐ ഡോണ്ട് കെയർ. നിന്നെ കെട്ടാൻ പോകുന്ന ആരാണെന്ന് അറിഞ്ഞാ നിന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ആണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്ന രാക്ഷസിയാണെന്ന് പറഞ്ഞ് ആ ചെറുക്കനെ ഈ കല്യാണത്തിൽ നിന്നും പിന്തിരിപ്പിക്കും. ഞാൻ കാരണം അദ്ദേഹത്തിന് അത്രയ്ക്ക് നഷ്ടം വന്നതാ. ഇപ്പൊ ഞാൻ താഴേക്ക് വന്നു കഴിഞ്ഞാ എന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ അയാൾ പറയും. വേദവതി അമ്മയുടെ വീട്ടിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് അയാളെ കണ്ടപ്പോഴേ പട്ടി പുറകെ കൂടുന്ന പോലെ ഞാൻ ഓടി ഇങ്ങ് പോകുന്നത്. കുറച്ചു നേരത്തേക്ക് എനിക്ക് നല്ല പനി ഉറപ്പാ അമ്മ. നീ ഇപ്പൊ താഴേക്ക് വന്നില്ലെങ്കിൽ ശ്രീകർ മുകളിലേക്ക് കയറി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്റെ തലയൊന്നും വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യ്. എല്ലാവരും ഇവിടെ നിന്ന് പോ. നിഹാരികയ്ക്ക് ഇനി ഒരു രക്ഷയില്ല. എന്റെ ബോസിനോട് ഇവൾ എന്തൊക്കെ പറയുമെന്ന് കാണാലോ. എനിക്കൊരു ഐഡിയയും തോന്നുന്നില്ല. ഞാൻ മുമ്പിൽ പെട്ട് കഴിഞ്ഞാ അയാൾ ഉറപ്പായിട്ടും എന്നോടുള്ള റിവെഞ്ച് എടുത്തിരിക്കും. ഞാൻ അങ്ങോട്ട് വന്ന ശരിയാവില്ലമ്മ. ഇനി എന്റെ മുമ്പിൽ വന്ന് എന്റെ ബേബി വെറുതെ കൂട്ടല്ലേ. ഇറങ്ങിപ്പോ. അയ്യോ, ഇതൊരു തലവേദനയായല്ലോ. ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കുമായിരുന്നോ? നിനക്കെങ്ങനെ കള്ളിയെപ്പോലെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഡാഡ്, ദയവ് ചെയ്ത് ഇപ്പൊ ആ ടോപ്പിക്ക് വേണ്ട. ഒന്ന് വേഗം പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തത് കവർ ചെയ്യേ. അയ്യോ, ഒന്ന് പോകുന്നുണ്ടോ? അതല്ല മോളെ. ഔട്ട്, ഔട്ട്. ഒന്ന് പോ അമ്മേ, ഒന്ന് പോ. ഔട്ട്. ഞാനിതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആദ്യം ശ്രീകറിനെ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. പിന്നെ ബോസിന്റെ അടുത്ത് അവൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞോളും. ഓക്കെ അല്ലേ? ബാ.
ശ്രീകരന്ത ഇവിടെ വന്ന് നിൽക്കുന്നേ? ബോസ് താഴെ വെയിറ്റ് ചെയ്യാന്ന് അവളോട് പറയാൻ വേണ്ടി വന്നത്. അല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ? നിഹാരിക എന്താ വരാത്തത്? നിഹാരികയ്ക്ക് പെട്ടെന്ന് എന്തോ ചെറിയൊരു പനി പോലെ. ആണോ? നേരത്തെ കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അവക്ക് തീരെ സുഖമില്ല. സത്യമായിട്ടും അവക്ക് തീരെ വയ്യ. ആണോ? എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ പകർച്ചപ്പനി എന്തോ ആണ്. ആദ്യം നിന്റെ ബോസിനോട് ചെന്ന് അവക്ക് താഴേക്ക് വരാൻ കഴിയില്ലെന്ന് പറ. പെട്ടെന്നൊന്ന് താഴെ വന്ന് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറ. ആ ചിലപ്പോ തല കറങ്ങി വീഴാൻ സാധ്യതയുണ്ട്. അവളുടെ അവസ്ഥ അങ്ങനെയാ. ആ കിടപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെന്തോ കളവ് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നേ. കളവോ? ഞങ്ങൾ എന്തിനാ കള്ളം പറയുന്ന മോനെ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്താ? ശരി ശരി, നിങ്ങൾ തന്നെ പോയിട്ട് എന്തെങ്കിലും പറയും. ഞാനവക്ക് പനിയാന്ന് പറഞ്ഞാലേ പുള്ളിക്കാരൻ തന്നെ റൂമിലേക്ക് ചെന്ന് കണ്ടിട്ട് പോയിക്കോളാന്ന് പറയും. അതിന് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോളൂ. വെക്കട്ടെ. ശ്രീകർ, മൂന്നുപേരും കൂടി അവിടെ നിന്നെന്താ സംസാരിക്കുന്നത്? ഇതാ വരുന്നു സർ. നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാ പറഞ്ഞേക്ക്. നിന്റെ ഭാവി വധുവിനെ വേഗം വിളിച്ചൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യേ. ഞാൻ വന്നിട്ടിപ്പോ നേരെ എത്രയായി? വാട്ട്സ് ഗോയിങ് ഓൺ മിസ്റ്റർ ശ്രീകർ? അത് പിന്നെ അവള് ഞങ്ങളുടെ മോക്ക്. എന്താ മോളെ, എന്താ ഇത്രയും ഹെസിറ്റേഷൻ? നിങ്ങളുടെ മകൾ വരാത്തെന്താ? എന്താ പ്രശ്നം? എന്താണെന്നൊന്ന് പറ. അടുത്ത വീട്ടിലേക്ക് പോയി സർ. നേരത്തെ പറഞ്ഞു റൂമിലാണെന്ന്. ഉണ്ടെന്നാ ഞങ്ങൾ കരുതിയത്. റൂമിലില്ലാത്തതുകൊണ്ട് വിളിച്ചപ്പോ അടുത്തുള്ള വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി കുറെ സമയം എടുക്കുന്നപ്പോ പറയുന്നേ. ശ്രീകരനെ പോലെ നല്ല മനസ്സുള്ള ഒരാള് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒന്ന് കാണണമെന്ന് പറയുമ്പോ നിങ്ങളെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല സർ. വെരി വെരി ഡിസപ്പോയിന്റഡ് ആൻഡ് ദിസ് ഈസ് ടു മച്ച് ഓൾസോ. നമുക്കിപ്പോ എന്തായാലും ലഞ്ച് കഴിക്കാം സാറേ. അപ്പോഴേക്കും അവൾ എത്തിക്കോളും. അല്ലാതെ ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? പോവാം. വരൂ സർ. അയ്യോ, രക്ഷപ്പെട്ടല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് അയാളുടെ വഴിക്ക് പൊക്കോളൂ. നീ നോക്കടാ, നിന്റെ ഭാവി വധു എത്തിയല്ലോ. ഈ ടൈമിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്തിനാ വന്നേ? വരാൻ സമയം എടുക്കുന്നല്ലേ പറഞ്ഞേ. നീ അവിടെ എത്തിയല്ലോ. എന്താ മോളെ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഇങ്ങോട്ട് വാ. ഇതെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അവളോട് അകത്തേക്ക് വരാൻ പറ. വാ മോളെ. ഈ ഗൗതമിക്ക് എന്താ വല്ല ഭ്രാന്തം പിടിച്ചോ? അവളെ എന്തിനാ വിളിക്കുന്നേ? വാ മോളെ, കയറി വാ. വാന്നേ, വന്നേ. മോള് വരാൻ കുറെ സമയം എടുക്കുമെന്ന് മോളുടെ മമ്മിയും ഡാഡിയും പറഞ്ഞായിരുന്നു. മമ്മിയും ഡാഡിയോ? അതെന്താ മോളെ, ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് സംസാരിക്കുന്നത്? ഇവരാണോ എന്റെ മമ്മിയും ഡാഡി എന്ന പോലെ? എന്താ ഇങ്ങനൊരു ഭാവം? പെട്ടെന്ന് പുറത്തുനിന്ന് വന്നതല്ലേ, അതുകൊണ്ടാ. ആ ക്ഷീണം കൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ.
വന്നത് ആരാന്നറിയോ മോളെ? നിന്റെ ശ്രീകരേട്ടന്റെ ബോസാ. സർ, ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം. വാ മോളെ, നീ വാ. ഏട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇപ്പൊ വരാൻ വാ മോളെ. നടക്ക് നടക്ക്. ഇതെന്താടാ ഇതൊക്കെ? നത്തിങ് സർ. സാർ ഇരുന്നോളൂ, അവരിപ്പോ വരും. ഇവിടെ ഇരുന്നോളൂ സർ. ഈ ഗൗതം ഇതെന്താ പ്ലാൻ ചെയ്യുന്നത്? ഈ സമയത്ത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ വേറൊരു ആവശ്യത്തിന് ഇതുവഴി വന്നതാ ചേച്ചി. എന്തായാലും നീ വന്നല്ലോ. കറക്റ്റ് സമയത്താ നീ വന്നത്. എന്താ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ടെൻഷൻ പോലെ? എന്താ സംഭവിച്ചെന്ന് പറ. ശ്രീകരന്റെ ഭാവി ഭാര്യയെ കാണാനാ അവന്റെ ബോസ് വന്നത്. ഓ അതെയോ? എന്നാ പിന്നെ നിഹാരിക്ക് കാണിച്ചു കൊടുക്ക്. നിഹാരിയെ ഇപ്പൊ വിളിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല മോളെ. അതെന്താ? എന്താന്ന് വെച്ചാ നിഹാരികയ്ക്ക് എന്തോ ഒരു പനി പോലെ. ഞങ്ങളതുകൊണ്ട് അടുത്ത വീട്ടിലേക്ക് പോയതാണെന്നും പറഞ്ഞു. അതിന് ഈ സമയത്ത് നീ ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഞങ്ങളെ നീ ഒന്ന് സഹായിക്കണം. വലിയ വലിയ കാര്യങ്ങളാണല്ലോ ചോദിക്കുന്നേ. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? നീ ആ ഞാൻ പറഞ്ഞോളൂ. കുറച്ചു നേരം ഞങ്ങളുടെ മകളായിട്ട് അഭിനയിക്കണം. വാട്ട്? ഈ ഗൗതമി കൺഫ്യൂഷനിൽ ഇത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഞാൻ നിങ്ങളുടെ മകളായിട്ട് അഭിനയിക്കണോന്നോ? എന്താ തമാശ കളിക്കാണോ? സീരിയസ് ആയിട്ട് പറഞ്ഞതാ മോളെ. അതെന്താന്ന് വെച്ചാ നീയാ ഞങ്ങളുടെ മകളെന്ന് അയാള് വിശ്വസിച്ചു പോയി. അതിനിപ്പോ എന്താ? ആവനി ഞങ്ങളുടെ മകളല്ല, നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. നിഹാരിക്ക ഞങ്ങളുടെ മകളെന്ന് സത്യം അവരോട് തുറന്നു പറ. ആ അവസ്ഥയെല്ലാം കൈവിട്ടു പോയ പോലെയാ. ഇപ്പൊ അത് മാറ്റി പറഞ്ഞാ ഞങ്ങൾ ചെയ്യുന്നത് കള്ളമാണെന്ന് അയാള് കരുതി പോയാലോ? എനിക്കിതിന് കഴിയില്ല. അങ്ങനെ പറയരുത് അവനി. ഈ സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കുമോളെ. അപേക്ഷിക്കുകയാണല്ലോ, അതുകൊണ്ട് അവനെ ഓവറാക്കുന്നേ. നിങ്ങളുടെ മകളെന്ന് പറയുമ്പോ അവിടെ ശ്രീകരേട്ടന്റെ ഭാര്യയായിട്ടെന്ന് അർത്ഥം, അങ്ങനെയല്ലേ? ആ അങ്ങനെ തന്നെ. അത് തന്നെ അത് തന്നെ. നിഹാരിക കണ്ട വലിയ പ്രശ്നമാക്കില്ലേ? നിഹാരിക അകത്ത് തന്നെയാ. അവൾ എന്തായാലും ഇപ്പൊ പുറത്തു വരില്ല. വല്ലാത്ത ബുദ്ധിമുട്ടായി പോയല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൊണ്ട് ഇത്തവണത്തേക്ക് എനിക്കൊരു പ്രശ്നമില്ല. താങ്ക്സ് ആവനി. നിങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ മകളെന്നൊക്കെ പറയുന്ന ഓക്കെ. പക്ഷെ ശ്രീകരേട്ടൻ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാ എനിക്ക് ചിലപ്പോ നാണമൊക്കെ വരില്ലേ? ശ്രീകർ കെട്ടിയ താലി അവളുടെ കഴുത്തില്. ഇപ്പൊ ഒരാവശ്യത്തിന് ചോദിക്കുമ്പോ നിന്ന് അഭിനയിക്കുന്ന കണ്ടില്ലേ? അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ശ്രീകരേട്ടൻ എന്നെ എത്ര തവണ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമോ എന്തോ. അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ എന്തോ നാണം പോലെയുണ്ട്. ഇതാണ് ശരിക്കും കർമ്മം, എന്റെ കർമ്മം. അദ്ദേഹത്തെ അവിടെ ഒറ്റയ്ക്കിരുത്തി നിങ്ങൾ മാറി നിന്ന് മീറ്റിംഗ് വെച്ച എങ്ങനെയാ? അദ്ദേഹം എന്താ വിചാരിക്കുക? ഒന്നുമില്ല മോനെ. ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ അവനോട് പറയായിരുന്നു. ബോസ് പോകുന്നവരെ ഞങ്ങളുടെ മകളായിട്ട് അഭിനയിക്കാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. അവനെ അതിന് ഓക്കെയാ. ആണോ? മോനും ഭാര്യയാണെന്ന് മട്ടിലൊന്ന് അഭിനയിച്ചാൽ മതി. അവനെ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നാളെ ഈ കാര്യം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാ നിഹാരികയായിട്ട് നടക്കാൻ പോകുന്ന എന്റെ കല്യാണത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്ന? അവനേക്കാളും വലിയ ആക്ടറാണല്ലോ ഇവൻ.
അമ്മ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. നന്നായിട്ട് ആലോചിച്ച് തന്നെയാ ഈ തീരുമാനം എടുത്ത മോനെ. ഇതല്ലാതെ വേറെ വഴിയില്ലതാ. ഓ അവനി കുറച്ചു നേരത്തേക്കാന്ന് പറഞ്ഞില്ലേ, അഭിനയിക്കാവോ അവനി പ്ലീസ്? ഓക്കെ ഏട്ടാ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അതിനെതിരെ പറയാം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം.